നിങ്ങളൊരു കോച്ചിന്റെ അടുത്ത് ഒരിക്കലും പോവരുത്. ഇനി പറയുന്ന കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ റെഡിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോച്ചിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യവുമില്ല. കാര്യം നിങ്ങളുടെ ലൈഫിലെ മാറ്റത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. അതിന് ഹെൽപ്പ് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ് ഒരു കോച്ചോ, മെന്ററോ, തെറപ്പിസ്റ്റോ ഒക്കെ. നിങ്ങൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പോകരുത്. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിൻ്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള റീസൺസ് അത് ഡിസ്കസ് ചെയ്താൽ മാത്രമേ സ്റ്റെപ്സ് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ക്വിക്ക് ഫിക്സസ് ആണ് നിങ്ങൾ നോക്കുന്നത്. ഒരു ബട്ടൺ അമർത്തിയതുപോലെ നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരാൾക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്ത് അതിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് വേണ്ട ആക്ഷൻസ് എടുത്താൽ മാത്രമാണ് ചേഞ്ചസ് വരിക. നിങ്ങൾ ഓണസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളോടും നിങ്ങളുടെ കോച്ചിനോടും ഓണസ്റ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്താലും അതിനകത്ത് റിസൾട്ട് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിനി അങ്ങോട്ട് ഗ്രോ ചെയ്യാനില്ല, നിങ്ങളൊരു ഹൈ അച്ചീവർ ആണ്, ഇനി എനിക്ക് മുന്നോട്ടേക്കൊന്നും അച്ചീവ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും ഒരു കോച്ചിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല.